ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനി ദേഷ്യം പിടിച്ച് ശിവാനി റൂമിലോട്ട് പോവാണ്. ഇതേ സമയം പ്രണവ് ആ പേപ്പറുകളെല്ലാം മുഖത്തോട്ട് വലിച്ചെറിയാണ് പാറുവിൻ്റെ. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ വസുന്ധര നിൽക്കുകയാണ്. ഇതേ സമയം ശിവാനിയുടെ റൂമിൽ അങ്ങ് ചെല്ലുമ്പോൾ ഉടൻ തന്നെ പ്രണവിൻ്റെ നേർക്ക് ശിവാനി അങ്ങ് വിരൽ ചൂണ്ടണം കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിൽ മകനെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? സത്യത്തിൽ നിങ്ങളെ ദത്തെടുത്തതാണോ? ഇവിടെ ഗൗതം മാത്രമാണോ ഇവിടുത്തെ മകനെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റിയില്ല. ഇതിപ്പോൾ ഗൗതമാണ് ഒരു കോഫി ഷോപ്പ് ഇടുന്നതെങ്കിൽ തീർച്ചയായും അതിന് യാതൊരു കുറ്റവും പറയില്ല. എന്നാൽ നിങ്ങളാണ് ഇടുന്നതെന്ന് കണ്ടപ്പോൾ ഈ വീട്ടിലെ എല്ലാവരുടെയും പ്രതികരണം നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര പൊട്ടനായി പോവരുത്. എന്തിനാണ് നിങ്ങൾ ശരിക്കും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിങ്ങൾ ഇവരുടെ മകനല്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കഴുത്ത് ഞെരുക്കി കൊല്ലാനാണ് തോന്നുന്നത്. നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിനിങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രണവിന് ആ വാക്കുകൾ ശരിക്കും നെഞ്ചിൽ തറക്കുന്നത് പോലെയുള്ള വാക്കുകളാണ്. നിങ്ങൾ ഈ മകനെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ വേസ്റ്റ് വരാൻ മാത്രമാണ് പാറു ആൻറ്റിയും ഗോപിയോ അങ്കിളൊക്കെ ഇവിടെ നിങ്ങളെ വളർത്തുന്നത്, അല്ലാതെ ഒരു മകനായിട്ടില്ല. ഇവിടെ എന്ത് പറഞ്ഞാലും ഗൗതമിൻ്റെ ആ വാക്കുകളാണ് ഇവിടെ വേദവാക്യം. നിങ്ങൾ വെറും വേസ്റ്റ്. നിങ്ങൾ എന്തിനാ പറ്റുക? നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോയി തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. എന്തിനും നിങ്ങൾ എന്നെ താലി കെട്ടി? നിങ്ങൾക്ക് എന്നെ താലി കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തിനും മൂത്ത മരുമകൾ എന്ന പറച്ചിൽ മാത്രമാണ്. ഞാൻ വെറും വേസ്റ്റ്. ഞാൻ എന്താ ഇവിടെ അടിച്ചു തൂക്കുന്ന ഒരു തുടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ടാ. എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയി തരുമോ? കേട്ട് മടുത്ത് എനിക്ക് പോയി തരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പ്രണവിനെ വഴക്ക് പറയുമ്പോൾ പ്രണവ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ഗോപി ജോത്സ്യൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഞാൻ ഇവിടെ നിർമ്മലയെ കാണാൻ വന്നിരിക്കുകയാണ്. നിർമ്മലയോ? അതെ, നിർമ്മലയെ തന്നെ. അവൾ അതിനിവിടെ ഇല്ലല്ലോ. ഒരു ലെറ്റർ എഴുതി വെച്ച് പോയി എന്ന് പറയുമ്പോൾ ഗോപി പറയണേ, എന്താ ഈ പറയുന്നത്? നിർമ്മല എങ്ങോട്ടാണ് പോയത്? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലെറ്റർ ഗോപി വായിക്കുമ്പോൾ ഞാൻ എത്തേണ്ട സ്ഥലത്തോട്ട് തന്നെ ഞാൻ എത്തും. അതുകൊണ്ട് ജോത്സ്യന് നിങ്ങൾ എനിക്കൊരു താമസിക്കാൻ ഒരു സ്ഥലം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗോപിക്ക് ആകെ പേടിയാവണം. എന്താ ഈ വാക്കുകളിൽ അർത്ഥം? എത്തേണ്ട സ്ഥലത്ത് എത്തും എന്ന് പറയുന്നത് അത് എന്തായിരിക്കും എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ല, അവൾ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമല്ലായിരിക്കും. ഒരുപക്ഷെ തിരിച്ചു പോകുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഗോപിക്ക് സമാധാനമാവില്ല കേട്ടോ. എന്തോ ഒരു പന്തികേട് ഇതിലുണ്ട് എന്നിങ്ങനെ ഗോപി പറയാണ്. പിന്നീട് കാണിക്കുന്നത് പാറു വിളിക്കുന്നതാണ്. പാറു ഗോപിക്ക് വിളിക്കണം. അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയാണ് ജോത്സ്യനോട്, ഇത് പാറുവാണ് എങ്കിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്ക്, അവർക്ക് എത്രയും ടെൻഷനാണെന്ന് പറയട്ടെ. അങ്ങനെ പാറുവിൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഗോപിയോട് ചോദിക്കുകയാണ്, എന്തായി? നിർമ്മലയെ കണ്ടോ? അവളെ ആട്ടി ഓടിക്കണം അവിടെ നിന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഞാനിവിടെ വന്നപ്പോഴേക്കും അവളിവിടെ നിന്ന് പോയിരിക്കുന്നു. എന്നിട്ട് അവളൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് അതിൽ എത്തേണ്ട സ്ഥലത്തോട്ട് എത്തും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എൻ്റെ മകൻ എനിക്ക് നഷ്ടമാവുന്ന ആ സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി എല്ലാം നടക്കും. എനിക്ക് പേടിയാവുന്നു. എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ ഗോപി പറയണം, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ വേവലാതിയാണ്. അതൊക്കെ മനസ്സിൻ്റെ വേവലാതിയാണെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ സമാധാനിപ്പിക്കാൻ നോക്കും. പക്ഷേ ഇപ്പോൾ നടന്നതല്ല എൻ്റെ മനസ്സിൻ്റെ വേവലാതികളാണോ? ഉണ്ടായ സത്യങ്ങളല്ലേ? ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതല്ലേ? എൻ്റെ സ്വപ്നത്തിൽ വന്ന ആ സത്യം പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് പാറു കരയാണ്. എന്നിട്ട് പറയണേ, നിർമ്മലയെ എന്തായാലും കണ്ടെത്തണം. അവൻ നമ്മുടെ ഗൗതമിൻ്റെ അടുത്തോട്ട് തന്നെ എത്തും, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടി ഇങ്ങനെ പാറു കരയുമ്പോൾ, നീ വെക്ക്, തൽക്കാലം ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം എന്നിങ്ങനെ പാറു പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ നിർമ്മലയാണ്. അതായത് ഗൗതമിൻ്റെ ഓഫീസിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുക, നിങ്ങൾ ആരാന്ന് ചോദിക്കുക. അപ്പോൾ നിർമ്മല ബാഗൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? വഴി തെറ്റിയതാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതെനിക്ക് ഗൗതമിനെ ഒന്ന് കാണണം. ഗൗതമോ? അതൊരു വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അവരെ ഗൗതം സാർ എന്ന് നിങ്ങൾക്ക് വിളിക്കണം എന്ന് അറിയില്ലേ എന്നിങ്ങനെ ആ സ്റ്റാഫ് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഗൗതം ഈ CCTVയിൽ ഈ അമ്മ വന്നിരിക്കുന്ന ആ ഒരു ദൃശ്യം കാണുന്നത് കേട്ടോ. അങ്ങനെ ഈ നിർമ്മലയെ കാണുമ്പോൾ ഗൗതം അങ്ങനെ ഞെട്ടി നിൽക്കണം. അങ്ങനെ CCTVയിൽ ആ ഒരു കാര്യം ഇങ്ങനെ ഗൗതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാഫ് പറയണേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടുത്തെ ഞങ്ങളുടെ MDയും മാനേജറും ഞങ്ങളുടെ മുതലാളിയെ നിങ്ങൾ ഗൗതം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരെ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇതെടുത്തിരുന്നോ എന്നൊക്കെ, പെർമിഷൻ എടുത്തിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് അവനെ കാണുക അത്രയും അർജൻറ്റാണെന്നൊക്കെ ഇങ്ങനെ കെഞ്ചി കരയുമ്പോൾ വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് വന്നിട്ട്, എന്താണ് നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ സ്റ്റാഫ് ആകെ ഞെട്ടിപ്പോവാണ്. ഇതാരാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല ഒന്ന്
ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയാണെന്ന് പറയട്ടെ. ഇതേ സമയം ആ സ്റ്റാഫുകളെല്ലാം എണീറ്റ് നിൽക്കണം. എൻ്റെ അമ്മയാണെന്ന് ഗൗതം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇത് എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ അമ്മയാണ്. ഒരു ആളോട്, ഒരു വയസ്സിന് മുതിർന്ന ആളോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. എന്ത് സ്റ്റാഫാണ് ഈ കമ്പനിക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാഫാണോ നീ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമാലയുടെ ചീത്ത പറയാനായിട്ടാ. പിന്നീട് ഗൗതം തൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന്, ആ നിർമ്മലയുടെ കൈകളിൽ നിന്ന് ആ ബാഗ് അങ്ങ് വാങ്ങിയിട്ട് വാ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ നിർമ്മല പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. സ്വന്തം മകന് സ്വന്തം അമ്മയോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറുന്ന, അവന് ഞാനാണ് അമ്മ എന്ന് അറിഞ്ഞതുപോലെയുള്ള ആ ഒരു പെരുമാറ്റം കേട്ടോ. ഇതേ സമയം നിർമ്മല ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതമിനും അങ്ങനെ പോവാനായിട്ട് തൻ്റെ അമ്മയാണോ ഇത് എന്ന ആ ഒരു ഫീലിംഗ് ഗൗതമിനും വരാനായിട്ട്. പിന്നീട് ഗൗതം തൻ്റെ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്ന ആ ഒരു സമയമായിരിക്കും. കമ്പനിയിലെ സ്റ്റാഫുകളെ വിളിച്ചിട്ട് അവരോട് ഓരോന്ന് പറയുന്ന സമയമായിരിക്കും. എന്നിട്ട് ഗൗതം എന്ത് ചെയ്യുന്ന, ആ ബാഗും പിടിച്ച് തൻ്റെ അമ്മയോട് പറയണേ, നിങ്ങൾ എണീറ്റേ എന്ന് പറയണേ. എന്നിട്ട് പറയണേ, ഇതെനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഇപ്പോൾ ഒരു മീറ്റിംഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങളൊന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ട്. അപ്പോൾ ഗൗതമിനോട് നിർമ്മല പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ എന്തായാലും പോകുന്നില്ല, ഞാൻ പുറത്ത് നിൽക്കാം, ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അത്ര തിരക്കൊന്നുമില്ല അമ്മക്ക് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പ്രാധാന്യം അമ്മയുടെ വാക്കുകളാണ്, മീറ്റിംഗ് പിന്നെ ആവാം, അമ്മ പോയിക്കോളൂ, സോറി ഈ സ്റ്റാഫുകൾ പോയിക്കോളൂ എന്ന് നിർമ്മലയുടെ മുന്നിൽ വെച്ച് ഗൗതം പറയണം കേട്ടോ. അങ്ങനെ ഗൗതം പറയണേ, എന്തുണ്ട് വിശേഷങ്ങൾ, എന്താ അമ്മ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്, എന്താ അമ്മയുടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, മോനെ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു അടിച്ചു തുടക്കുന്ന പണിയോ ഒരു വീട്ടുവേലയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ തന്നെ ഗൗതം ചോദിക്കണം, എന്തിനാ അങ്ങനെയുള്ള പണിക്ക് പോകണേ, എൻ്റെ അമ്മ അങ്ങനെയുള്ള പണിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് നിർമ്മലയുടെ കൈകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേ സമയം നിർമ്മല ആകെ ഞെട്ടിപ്പോണേ, ഈശ്വര ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. അപ്പോൾ ഉടൻ തന്നെ മോനെ നിനക്കുള്ള ഭക്ഷണവുമായിട്ടാണ് ഈ അമ്മ വന്നിരിക്കുന്നത്, കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാനത് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗതം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നാൽ ശരി അമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞു വിടണം. അപ്പോൾ ഈ സമയമാണെങ്കിൽ പാറും നിധിയും കൂടി കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം പാചകം ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പോഴാണ് ഇങ്ങനെ നിർമ്മല ഈ വിവരം നിധിയോട് പറയണല്ലോ, അതിനു വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഫോൺ അടിക്കുന്ന മോളെ എന്ന് പാറു പറയണം. അപ്പോൾ ഉടൻ തന്നെ നിധി ഫോണിലോട്ട് നോക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ട്, അതേസമയം പാറുവിന് അതൊരു പന്തികേട് തോന്നുന്നുണ്ട്, ഇവളെന്തോ ചുറ്റിക്കളി നടത്തുന്നുണ്ട് എന്ന ആ ഒരു തോന്നൽ പാറുവിൻ്റെ ഉള്ളിൽ വന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധിയോട് ചോദിക്കുകയാണ്, ആരാ വിളിച്ചത് എന്ന് പറയുമ്പോൾ അതെൻ്റെ അമ്മയാണ്, എന്താ അമ്മ ഈ നേരത്തെ വിളിച്ചത്, എന്താ പ്രശ്നം എന്ന്. അപ്പോൾ മോളെ ഞാനാണ്, നിർമ്മലയാണ്. ആ അമ്മ പറഞ്ഞോളൂ, എന്താ വേണ്ട അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗൗതമിനെ കണ്ടു, എനിക്കൊരു വീട്ടുജോലി വേണമെന്നൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അതിനൊന്നും ആവശ്യമില്ല, പണം തന്നിരിക്കുന്നു, ഇനി വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അയ്യോ അങ്ങനെ പറഞ്ഞോ, എന്നാൽ ഞാൻ ഇനി വിളിച്ച് നോക്കട്ടെ. അപ്പോഴേക്കും പാറു ഇങ്ങനെ ശ്രദ്ധിക്കാമെന്ന് കാണുമ്പോൾ നിധി, അയ്യോ റേഞ്ച് ഇല്ലല്ലോ അമ്മ, ഞാൻ റേഞ്ചിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പാറുവിനെ കൂടുതൽ സംശയമായി പാറു ഇങ്ങനെ പിന്തുടർന്ന് പോവാണ്. പിന്നീട് എന്ത് ചെയ്യും, ഇനി എന്തായാലും ഗൗതമിനെ ഞാൻ വിളിച്ച് നോക്കട്ടെ, ഗൗതമിന് എന്തായാലും എനിക്ക് വീട്ടുവേലയ്ക്ക് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും ഞാൻ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ ശരി മോളെ എന്തെങ്കിലും ചെയ്യുക, എനിക്കെൻ്റെ മകനെ കൂടെ നിൽക്കാനുള്ള അത്രയും ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പാറുവിനെ ആയിരിക്കും. ഇത് കണ്ടവിടെ തന്നെ പാറുവിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇനി പാറുവിടെ സംസാരിച്ചത്, എൻ്റെ അമ്മയോട് എന്ത് പാറു എൻ്റെ ഈ പറ്റിയത്, നീ നുണ പറയരുതട്ടെ നിധി, നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പഠിക്കരുത്, നിനക്ക് കള്ളം ചേരില്ലെന്ന് പറയണ്ട. അയ്യോ ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചതാണ്, അപ്പം നീ എന്തിനാ റൂം അടച്ച് സംസാരിക്കുന്നത്, അത് പിന്നെ കിച്ചൺ റേഞ്ച് ഇല്ല എന്ന് പാറു എനിക്ക് കണ്ടതല്ലേ, പിന്നെ ഇപ്പം ഞാൻ ഇവിടെ വന്നല്ലേ, കിച്ചണിലില്ലാത്ത റേഞ്ച് ഇപ്പോൾ ബെഡ്റൂമിലുണ്ടാവുമോ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അത് കേട്ടോടെ തന്നെ നിധി ഒന്ന് തപ്പിപ്പിടിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആരാണ് വിളിച്ചത്, നിർമ്മലയല്ലേ നിനക്ക് വിളിച്ചത്, ഏത് നിർമ്മല, എവിടുത്തെ നിർമ്മല, നീ എന്നോട് കളിക്കണ്ട, ആ ഫോണൊക്കെ തന്നെ ഞാൻ ആരാ നോക്കട്ടെ, ഫോൺ തരില്ല, എന്താ പിന്നെ ഫോൺ തരുന്നതുകൊണ്ട് കുഴപ്പം, എൻ്റെ അമ്മയാണ് വിളിച്ചത്, എന്നാൽ കൂടുതൽ താ എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറക്കാൻ ശ്രമിക്കാനായിട്ടാണ്. അപ്പോൾ കോണ തൻ്റെ മുറ്റത്ത് ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധിയും ഈ പറയുന്ന പാറുവും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഗൗതം കാണാം കാറിൽ നിന്നിങ്ങനെ ഒരാളിങ്ങനെ ഇറക്കുന്ന കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് യാമിനിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. യാമിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ത്രീയെയും കൊണ്ട് ഗൗതം ഇങ്ങനെ വരുന്നത്, അപ്പോൾ അത് നിർമ്മലയാണ്, പക്ഷേ യാമിനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഈ സ്ത്രീയെയും കൊണ്ട് അകത്തോട്ട് ഇങ്ങനെ കയറി വരികയാണ്. ഇതേ സമയം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാമിനി വിളിക്കുക. അപ്പോഴേക്കും
പാറു നിധിയുടെ അടുത്ത് നിന്ന് ഗോപിയും ഈ പറയുന്ന നിധിയൊക്കെ ഇറങ്ങി വരുമ്പോൾ നിധി കാണുന്ന കാഴ്ച ഈ പറയുന്ന ഗൗതമിൻ്റെ കൈകളിൽ ഇങ്ങനെ നിർമ്മലയായിരിക്കും. നിർമ്മലയെ കാണുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവണം. ആ സന്തോഷം പെട്ടെന്ന് ഇങ്ങനെ പാറു കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആ മുഖം അറിയാത്തതുപോലെ ഇങ്ങനെ ആക്കുകയാണ്. ഇതേ സമയം പാറു ഞെട്ടിപ്പോവാണ് നിർമ്മലയെ കാണും. എന്നിട്ട് ഗോപിയോട് പറയുന്നുണ്ട്, ഞാൻ ആര് കാണരുതെന്ന് വിചാരിച്ചു, ആര് ഈ വീട്ടിലോട്ട് വരരുതെന്ന് വിചാരിച്ചു, ഇവളിത് വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അവൾ വന്നിരിക്കുന്നു എടി എന്നൊക്കെ ഇങ്ങനെ പാറു പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം കാണാൻ ഇവരുടെ കൈകൾ പിടിച്ച് അകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ നിർമ്മലയെ കണ്ടവിടെ തന്നെ ഗൗതമിനോട് പാറു ചോദിക്കുക, ഇത് ആരാന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ പറയാം അമ്മ, അമ്മയെ പോലെ തന്നെ എനിക്ക് ഇവർ അമ്മയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ച അമ്മയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പാറുവിൻ്റെ മുഖം മാറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വസുന്ധര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇനി വസുന്ധരയും നിർമ്മലയും ഏറ്റുമുട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി ഉണ്ടാവാൻ പോകുന്നത്.